ഭയം വേണം, ഒന്നും ചെയ്യരുത് എന്നുള്ളതൊന്നും അല്ല പറയുന്നത്, മറിച്ച് ജാഗ്രതയോടുകൂടിയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ. പിന്നെ ഈ പ്രാവശ്യത്തെ ഈ മേഷസംക്രമം കണക്കാക്കുന്ന നക്ഷത്ര നിരയന രീതി അനുസരിച്ചുള്ള വശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ രാജാക്കന്മാർക്ക് പ്രശ്നമാണ്. എവിടെയൊക്കെ രാജാക്കന്മാർ രാജ്യം ഭരിക്കുന്നു അവർക്കൊക്കെ പ്രശ്നങ്ങൾ വരും. എന്ന് വെച്ചാൽ സ്വേച്ഛാധിപതികളുടെ നാശം ഉണ്ടാകുന്ന വർഷമാണ്. എവിടെയൊക്കെയാണ് സ്വേച്ഛാധിപത്യ പ്രവണതയോടുകൂടി കാര്യങ്ങൾ നടത്തുന്നത്? സ്വേച്ഛാധിപത്യം എന്ന് വെച്ചാൽ രാജാവിന് സ്വന്തമായി തീരുമാനം എടുക്കേണ്ടി വരും. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഞാനാണ് അതിൻ്റെ എല്ലാം അധിപൻ എന്നുള്ള, സേവകൻ എന്നുള്ള ബോധം വിട്ടിട്ട് അധിപൻ എന്നുള്ള ബോധത്തോടു കൂടിയിരിക്കുന്ന ഭരണാധികാരികളെല്ലാം നശിക്കും. അടുത്ത വിഷു വരെയുള്ള സമയത്തിന്റെ ഫലം ഇതാണ്. പൊതുവെ നമ്മൾ സായന രീതി അനുസരിച്ച് നോക്കുമ്പോൾ മാർച്ച് 21-നാണ് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ വന്നിരിക്കുന്നത് ആ ദിവസം. അത് മീനമാസത്തിലായിരുന്നു. അപ്പോൾ ശകവർഷം അനുസരിച്ചപ്പോൾ ചൈത്രമാസാരംഭം ചിത്ര നക്ഷത്രത്തിലേക്ക് 285 AD 285 തുടങ്ങിയിരിക്കുന്ന ആ ഒരു കാലയളവ് വെച്ച് നോക്കുമ്പോൾ ചൈത്രമാസത്തിന്റെ ഒരു രീതിയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. ഇപ്പൊ ശകവർഷത്തിന്റെ കണക്ക്, പാശ്ചാത്യ ജ്യോതിഷത്തിന്റെ കണക്ക്, ഇന്ത്യയിൽ ഇപ്പൊ നിലനിൽക്കുന്ന ശൈലി, നമ്മൾ കേരളത്തിൽ എന്ന് വെച്ചാൽ ശകവർഷ രീതി, കേരളത്തിൽ പിന്നീട് ഉരുത്തിരിഞ്ഞു വന്ന കൊല്ലവർഷ സംസ്കാരം, അതിന്റെ ഒരു രീതി, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ചില അഭിപ്രായ ഭിന്നതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കണക്കൂട്ടിയിരിക്കുന്ന നിരയന രീതി അനുസരിച്ച് തന്നെ വിഷുവിനെ കാണുന്ന ഒരു രീതി വരുവാണെങ്കിൽ ഏകദേശം 2100 ആകുമ്പോഴേക്ക്, 2100 എന്നുവെച്ചാൽ 2100 എന്നിപ്പോ ആധുനിക ഭാഷ പറയാണ്, അല്ല ശരിയായ മലയാളത്തിൽ 2100 ആകുമ്പോഴത്തേന് ഏപ്രിൽ മാസം 17-ാം തീയതിയിലേക്ക് വരും. 3000 ആണ്ട് ആകുമ്പോഴേക്ക് ഒക്ടോബറും ഒക്കെ വരും. അങ്ങനെ 72 വർഷം കൂടുമ്പോൾ ഒരു ദിവസം വെച്ച് മാറിപ്പോവുക. ഇപ്പോ 285 AD 285 തൊട്ടിപ്പം 2026 വരെ കണക്ക് കൂട്ടുമ്പോൾ 25 വർഷം, 24 വർഷത്തിന് അല്ല 20 വർഷമല്ല ദിവസം, 24 25 ദിവസത്തെ വ്യത്യാസത്തിലേക്ക് വിഷു കൊള്ളുന്നത് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ 1000-20 മിനിറ്റ് 24 മിനിറ്റ് വെച്ച് വ്യത്യാസം വരിക, സായന രീതി നിരയന രീതി എല്ലാം കൂടെ നോക്കുമ്പോൾ. അങ്ങനെ വർഷം അങ്ങോട്ട് പോവുക. അങ്ങനെ വരുമ്പോൾ ഋതുചര്യക്ക് വിരുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഋതുചര്യക്ക് വിരുദ്ധമായി വിഷു കൊള്ളാൻ പാടില്ല. ഋതുചര്യ എന്ന് വെച്ചാൽ ഋതുചര്യ നമ്മൾ ജീവിക്കേണ്ട ശൈലിയ. അത് അപ്പൊ വിഷു കൊള്ളേണ്ടത് എങ്ങനെ? അപ്പൊ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധിപ്പിച്ചാണല്ലോ പറയേണ്ടത്. അതുകൊണ്ട് ആ ചര്യയെ കുറിച്ച് പറഞ്ഞു. പിന്നെ പ്രകൃതിയിലെ കാലാവസ്ഥ നോക്കുമ്പോൾ വിഷു പക്ഷിയുടെ ശബ്ദം, പിന്നെ വിഷുക്കണി അല്ല, അത് നമ്മൾ ആചരിക്കുന്ന വിഷുക്കണി. കാരണം പ്രകൃതിയിലെ മാറ്റങ്ങൾ, കണിക്കൊന്ന പൂക്കുന്നത്, വസന്ത പുഷ്പങ്ങളുടെ വരവ്, ജ്യോത്സ്ന മുല്ലപ്പൂ പൂക്കുന്നത്, ഇതിന്റെയൊക്കെ കുറെ കണക്കെടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്നാണ് യഥാർത്ഥ വിഷു വരേണ്ടത് എന്നുള്ള ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ കണിക്കൊന്നയൊക്കെ നേരത്തെ പൂക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഋതുക്കളെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അത് നിലവിലുള്ള ഇതിന് അടിസ്ഥാനമായിട്ടിരിക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇങ്ങനെ വരുമ്പോൾ 3000 ആണ്ടാകുമ്പോഴേക്ക്, ഇംഗ്ലീഷ് വർഷം 3000, ആംഗലേയ വർഷം 3000-ലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇത്രയും മാസങ്ങൾ അങ്ങോട്ട് കടന്നു പോകും. അങ്ങനെ വരുന്നതിന് നമ്മൾ അധിവർഷം വെച്ചിട്ട് നമ്മൾ ഫെബ്രുവരിക്ക് ഒരു ദിവസം കൂട്ടി, കുറഞ്ഞിരിക്കുന്നതിനെ കൂട്ടിക്കൊണ്ട് നമ്മൾ കുറച്ച് കണക്കുകളെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതെങ്കിൽ പോലും അതെല്ലാം കൂടെ ഒരു ഏകീഭാവം സംഭവിക്കേണ്ടതുണ്ട്. ഇപ്പോഴും തന്നെ കണിക്കുന്ന പൂ സമയത്തിനല്ല പൂക്കുന്നതെന്നോ പറയുന്നുണ്ട്. ഇതാണ് ഋതുഭാവങ്ങൾക്ക്, ഋതുഭേദങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ നോക്കേണ്ടത്. ഇപ്പൊ മീനമാസം ഏകദേശം 5, 6, 7 തീയതികൾക്ക് ഇടയ്ക്കിലായിട്ട് വരും. അത് സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ കൊല്ലവർഷ തീയതി വെച്ചിട്ടുള്ള കേരള പഞ്ചാംഗങ്ങൾ ഗണിക്കുന്നവരുടെ രീതി അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ചൈത്രമാസത്തിന്റെ ആരംഭം, സംസ്കൃതത്തിൽ ചൈത്രം, ഇംഗ്ലീഷിൽ അല്ല തമിഴിലും മലയാളത്തിലും ചിത്രമാസം, പിന്നെ മേടമാസം എന്നുള്ള പദങ്ങൾ ഉണ്ടായിരിക്കും. ഏകദേശം വാഴപ്പള്ളി ശാസനത്തിന്റെ കാലയളവ് 1200 വർഷമാണ് മലയാളത്തിന്റെ സൂക്ഷ്മഭാവങ്ങളിലേക്കുള്ള വരവിനെ കുറിച്ച് പറയുന്നത്. അതിനു മുമ്പ് ഒരു ചിത്ര വിഷു എന്നാണ് ഭാസ്കര രവിവർമ്മനൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തൃക്കൊടിത്താനം ശാസനത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറെ കണക്കുകളും കാര്യങ്ങളും ഇതിന്റെ പിന്നാലെ ഉണ്ട്. ഞാൻ ആ വശമൊന്നും ഇപ്പൊ എപ്പോഴും ചിന്തിക്കാത്തതുകൊണ്ട് അതിന്റെ എല്ലാത്തിനെയും സൂക്ഷ്മ പ്രതലത്തിലേക്ക് മനസ്സിലെത്തിച്ചിട്ട് സംസാരിക്കാൻ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും ഈ വർഷത്തെ നമ്മളുടെ പൊതുവായിട്ടുള്ള മേഷസംക്രമം അല്ലെങ്കിൽ മേടസംക്രമത്തിന്റെ കണക്ക് നിരയന രീതി അനുസരിച്ചുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പൊ എങ്ങനെ നോക്കുമ്പോഴും വ്യാഴത്തിന് പ്രാധാന്യമുണ്ട്.
നമ്മൾ സായന രീതി അനുസരിച്ച് നോക്കുമ്പോഴും നിലയന രീതി അനുസരിച്ച് നോക്കുമ്പോഴും വ്യാഴത്തിന് പ്രാധാന്യം കൊടുത്ത് എല്ലാവരും ചിന്തിക്കണം ഈ വർഷം.